Hi friends, welcome to a video. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ഗെയിം കൂളറാണ്. ഓക്കെ, അതായത് നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൊബൈൽ ഫോൺ ഹീറ്റ് ആവുന്ന കുറയ്ക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു ഡിവൈസാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതും CP ഫാൻ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അതിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ CP ഫാൻ നമുക്കറിയാതെ ഉപയോഗിക്കുന്നത് CPU-ൽ കൂളിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ നല്ല കൂളിങ്ങും കിട്ടും. മാത്രമല്ല സാധാ മോട്ടർ ഭയങ്കര ശബ്ദമാണ് കറങ്ങുന്ന സമയത്ത്. CP ഫാൻ ആകുമ്പോൾ വലിയ ശബ്ദമൊന്നും ഉണ്ടാക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സിനിമ കാണുമ്പോഴോ അല്ലെങ്കിൽ ഗെയിം കളിക്കുമ്പോഴോ ഒരു ഡിസ്റ്റർബൻസും ഉണ്ടാകത്തില്ല. അപ്പോൾ ഈ ഒരു കൂളർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണണ്ടേ? ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആദ്യം തന്നെ ആവശ്യം 2 CP ഫാനാണ്, ഒരു കുഞ്ഞ് സ്വിച്ച്, ഒരു 9 വോൾട്ട് ബാറ്ററി, പിന്നെ കുറച്ച് കണക്ഷൻ വയർ. ഇത്രയാണ് നമുക്ക് ആവശ്യം. നമ്മൾ ആദ്യം തന്നെ ആ 2 CP ഫാൻ എടുക്കുക. നമ്മുടെ CP ഫാനിന് ഒരു റെഡ് വയറും ഒരു ബ്ലാക്ക് വയറും ഉണ്ട്. റെഡ് പോസിറ്റീവും ബ്ലാക്ക് നെഗറ്റീവും. നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ 2 CP ഫാനെ റെഡ് വയർ ഒന്ന് തമ്മിൽ കണക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മൂന്നാമത് വേറെ വയർ എടുക്കുക. എന്നിട്ട് അതും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ 3 വയർ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് സോൾഡർ ചെയ്തെടുക്കാം. നമുക്ക് സെല്ലോ ടേപ്പ് വെച്ച് വേണമെങ്കിൽ ഒട്ടിക്കാം, പക്ഷേ അതിനൊക്കെ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ നല്ലത് സോൾഡർ ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മൾ റെഡ് വയറിൻ്റെ കണക്ഷൻ ചെയ്ത് കഴിഞ്ഞു. അടുത്തതായിട്ട് നമുക്ക് ബ്ലാക്ക് വയറിൻ്റെ കണക്ഷൻ ചെയ്യണം. അതിന് വേണ്ടി ഈ 2 ബ്ലാക്ക് വയർ ഒന്ന് കണക്ട് ചെയ്യുക. അതിലേക്ക് മൂന്നാമതൊരു വയറും കൂടെ കൊടുക്കുക. ഇതും നമുക്കൊന്ന് സോൾഡർ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ 2 CP ഫാനും പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബാറ്ററി വെച്ചിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ CP ഫാൻ നല്ലപോലെ കറങ്ങുന്നുണ്ട്. നമ്മൾ ചെയ്ത കണക്ഷനൊക്കെ കറക്റ്റാണ്. അടുത്തായിട്ട് ഈ 2 CP ഫാൻ ഇതുപോലെ ഒന്ന് ചേർത്ത് ഒട്ടിക്കണം. അതിനുശേഷം നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ കേസ് ഒന്ന് എടുത്ത് മുകളിൽ വെച്ച് ഒട്ടിക്കാം. CP ഫാൻ തമ്മിൽ ഒട്ടിക്കാൻ ഇതുപോലെ കേബിൾ ടൈ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് ഇരുന്നോളും. ഇപ്പോൾ നമ്മൾ കേഫ് ഒട്ടിച്ച് കഴിഞ്ഞു. കേഫ് ഒട്ടിക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം, ഫാൻ കറങ്ങുന്നതിനൊന്നും ഒരു പ്രശ്നം ഉണ്ടാവരുത്. നല്ല സ്മൂത്തായിട്ട് കറങ്ങാൻ പറ്റണം. നേരത്തെ പറഞ്ഞ പോലെ കേബിൾ ടൈ വെച്ചാണ് ഞാനിപ്പോൾ CP ഫാൻ തമ്മിൽ ഫിക്സ് ചെയ്തേക്കുന്നത്. നമുക്ക് സ്വിച്ച് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ബാറ്ററിയുടെ മുകളിലൊക്കെ വെച്ച് ഒട്ടിച്ചിട്ട് നമുക്ക് വേണേൽ കൊടുക്കാം. അതല്ലെങ്കിൽ ഇതുപോലെ സൈഡിലൊക്കെ വെച്ച് കൊടുക്കാം. പക്ഷെ ഞാൻ സ്വിച്ച് വയ്ക്കുന്നില്ല, പകരം ഡയറക്റ്റ് ബാറ്ററി കൊടുക്കുന്നതേ ഉള്ളൂ. ഇനി നമുക്കൊന്ന് മൊബൈൽ ഫോൺ വെച്ചൊന്ന് ഗെയിം കളിച്ച് നോക്കാം. ഞാനിപ്പോൾ എൻ്റെ മൊബൈൽ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് വെച്ച് നോക്കാം. നല്ല സിമ്പിളായിട്ട് നമുക്ക് മൊബൈൽ വെക്കാൻ പറ്റുന്നുണ്ട്. ഞാനിപ്പോൾ ബാറ്ററിയും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചു. ഫാനൊക്കെ കറങ്ങുന്നുണ്ട്. നമുക്ക് ഗെയിം ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇവിടെ നമ്മുടെ ഫാൻ നല്ലപോലെ കറങ്ങി കൂളിങ് വരുന്നുണ്ട്. നമുക്കൊന്ന് ഗെയിം കളിച്ച് നോക്കാം. ഓക്കെ, നമ്മുടെ ഗെയിം വന്നിട്ടുണ്ട്. നല്ലപോലെ ഇവിടെ കൂളിങ് നടക്കുന്നുണ്ട്. നമുക്കൊരു തോംസണും ഒരു ഷോട്ട് ഗണ്ണും എടുക്കാം. ഞാൻ ഈ ഗെയിമിൻ്റെ വോയിസ് കൊടുക്കാത്ത കാരണം ടീംമേറ്റ്സിന് സംസാരം വന്നു, അതുകൊണ്ടാണ്. ഒരു എനിമി ഉണ്ടെന്ന്, ഒരു എനിമി ഉണ്ട്. ഓക്കെ, അവനെ നോക്ക് ചെയ്തു. ഓക്കെ, ഫസ്റ്റ് കിൽ അടിച്ചിട്ടുണ്ട്. ഓക്കെ, വീണ്ടും നോക്ക്. ഓക്കെ, നമ്മൾ ഡബിൾ കിൽ അടിച്ചു. വീണ്ടും നോക്ക് ഗെയിം. ഓക്കെ, നമ്മൾ ട്രിപ്പിൾ കിൽ അടിച്ചു. നമുക്ക് ക്വാർട്ടർ അടിക്കാൻ പറ്റുമോ നോക്കാം. റീലോഡ്. ഓക്കെ, നമ്മുടെ ടീംമേറ്റ് വന്നു. ഓവറോൾ പറയുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഗെയിമൊക്കെ കളിക്കാൻ പറ്റുന്നുണ്ട്. ആ ഒരു തിക്നെസ് വലിയ പ്രശ്നമൊന്നും ആയിട്ട് തോന്നുന്നില്ല. നമുക്കതേപോലെ നല്ല കൂളിങ്ങും കിട്ടുന്നുണ്ട്. ഒരിക്കലും നമ്മുടെ ഹീറ്റ് കംപ്ലീറ്റ് ആയിട്ട് വരാത്ത രീതിയിലൊന്നും ഇത് മാറ്റത്തില്ല, അത് മനസ്സിൽ വയ്ക്കുക. ഹീറ്റിങ് കുറയ്ക്കും, അത്രയാണ് ചെയ്യുന്നത്. ഇതൊരു എക്സ്പെരിമെൻ്റലായിട്ട് നമുക്കൊന്ന് ഫണ്ടിന് ചെയ്ത് നോക്കാവുന്നൊരു ഗാഡ്ജറ്റാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ പേഴ്സണലി പറയുവാണെങ്കിൽ ഞാൻ ഉപയോഗിച്ച് നോക്കിയപ്പോൾ നല്ല രീതിയിൽ കൂളിങ് കിട്ടി. ഹീറ്റിംഗ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. ഫുള്ളായിട്ട് ഹീറ്റിംഗ് മാറിയിട്ടൊന്നുമില്ല, പക്ഷേ സാധാ ഹീറ്റ് ആവുന്നതിന് നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം നല്ല നേരം ഗെയിം കളിച്ച് നോക്കിയതാണ് ഈ ഒരു സാധനം വെച്ചിട്ട്. നിങ്ങൾക്ക് ആകെ വരുന്നത് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഫോൺ പിടിക്കുന്നതിനും നല്ല വീതി കൊടുക്കും, നല്ല തിക്നെസ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ഫോൺ പിടിച്ചിങ്ങനെ കളിക്കാൻ ആദ്യം ഒരു
പാടായിരിക്കും. പക്ഷെ നമ്മളൊന്ന് കുറച്ച് കളിച്ചൊന്ന് യൂസ് ടു ആയിക്കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നമൊന്നും വരത്തില്ല. അപ്പോൾ എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തേക്കും. അപ്പോൾ നമുക്ക് വേറെ വീഡിയോ കാണാം. അതുവരേക്കും ബൈ.